ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്കായിട്ട് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ 1 ഡേ ഡയറ്റ് പ്ലാനാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചിയ സീഡ്സ് വാട്ടർ കുടിച്ചിട്ടാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് നാച്ചുറൽ ഹണിയും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാനും മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും ഫൈബർ കൂടുതലുള്ളതിനാൽ വയറ് നിറഞ്ഞതായിട്ട് ഫീൽ ചെയ്യാനും വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് സോയ എഗ് ചില്ലയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് സോയ നന്നായി ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 2 പച്ചമുളകും 1 പീസ് ഇഞ്ചിയൂടെ ചേർത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി ക്രഷ് ചെയ്തെടുത്ത സോയ ഇനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ബാറ്ററിന് ആവശ്യമായ 1 കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വെജീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഒനിയൻ, ടൊമാറ്റോ, അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാറ്ററിന് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് നമ്മുടെ ബാറ്റർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വശം വെന്തു വന്നതിന് ശേഷം മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകിച്ചും ഇത് നമ്മുടെ അൺനെസസറി ഹങ്കർ കുറയ്ക്കാനും വെയിറ്റ് ലോസ് ജേണിയിൽ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റ് ഫുഡ് കൂടിയാണ്. ഇത് നിങ്ങൾക്ക് ഡിന്നറായിട്ടും കഴിക്കാവുന്ന ഒരു ഫുഡ് കൂടിയാണ്. ബാക്കിയുള്ള ബാറ്റർ കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കൊറിയാൻഡർ റൈത്തയാണ്. ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി ലഞ്ചിലോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഓട്സ് മസാലയാണ്. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഒനിയൻ, ടൊമാറ്റോ ഒക്കെയാണ്. എല്ലാം പകുതി പോർഷനിൽ മാത്രം മതി. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള 1 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നുകിൽ സോക്ക് ചെയ്തോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തോ ഓട്സ് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ഓട്സ് മസാലയൊക്കെ വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലഞ്ചിന് ചോറിന് പകരം ഓട്സ് കഴിക്കുന്നത് ഹെൽത്തിയായ ചോയ്സ് കൂടിയാണ്. പ്രത്യേകിച്ചും ഇതിൽ ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസിനും ഡൈജഷൻ സ്മൂത്ത് ആകാനും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇനി സ്നാക്കിലോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഹാഫ് ഓറഞ്ച്, ഒരു ബോയിൽഡ് എഗ്, കുറച്ച് റോസ്റ്റഡ് കടല, ആമൻസുമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് ലോസ് സ്നാക്ക് കൂടിയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഒക്കെ എടുക്കാവുന്നതാണ് വിതൗട്ട് ഷുഗർ. ഗ്രീൻ ടീ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും ഫാറ്റ് ബേൺ ചെയ്യാനും വെയിറ്റ് ലോസിനും നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രസ്സിങ്ങിൽ തയ്യാറാക്കിയ ക്രീമി ഹൈ പ്രോട്ടീൻ പനീർ പാസ്ത സാലഡാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് 50 ഗ്രാംസ് ഓഫ് ലോ ഫാറ്റ് പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി സാലഡിന് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യുക്കമ്പർ, ഒനിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ, റെഡ് ക്യാബേജുമാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബോയിൽഡ് പാസ്ത കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത പനീർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സാലഡിന് ആവശ്യമായ ഒരു ഡ്രസ്സിങ് പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. യോഗേർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം. അതുമല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ഗാർലിക്ക് ഗ്രേറ്റ് ചെയ്തതൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് ഒറിഗാനോ, കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് നാച്ചുറൽ ഹണിയൂടെ ചേർത്ത് നമ്മുടെ ഡ്രസ്സിങ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഡ്രസ്സിങ് നിങ്ങൾക്ക് സാലഡിൻ്റെ കൂടെ മാത്രമല്ല ഒരു ഡിപ്പായിട്ടോ സ്പ്രെഡായിട്ടും കഴിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഡ്രസ്സിങ് സാലഡിലേക്ക് ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമ്മുടെ സാലഡും ഡ്രസ്സിങ് കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ പനീർ പാസ്ത സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഡിന്നർ എപ്പോഴും ലൈറ്റായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനും വെയിറ്റ് ലോസിനും വളരെ നല്ലതുമാണ്. മാക്സിമം 7:30 മുന്നേ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നൈറ്റ് ഹെവി ഫുഡ് കഴിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള ലൈറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് ലോസ് സീരീസിൻ്റെ ഒരുപാട് റെസിപ്പീസും സാലഡ് പ്ലസ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സിങ്ങും നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഡയറ്റിൻ്റെ കൂടെ ഹെൽത്തിയായ ജീവിതശീലങ്ങൾ നമുക്ക് പിന്തുടരാം. ധാരാളം വെള്ളം കുടിക്കാം, സിമ്പിൾ എക്സസൈസ് ചെയ്യാം, മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കാം, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹാപ്പി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.